പ്രിയപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ, നിങ്ങൾക്ക് 125 ദിവസം ഇനി തൊഴിൽ കിട്ടും എന്ന മട്ടിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി അതിന് രൂപവും ഭാവവും ഒക്കെ മാറാൻ പോവുകയാണ്. കടും വെട്ടാണ് കേട്ടോ തൊഴിലുറപ്പ് പദ്ധതിയിൽ വരാൻ പോകുന്നത്. പേരിൽ മാത്രമല്ല വെട്ട്, പകരം കേന്ദ്രത്തിന്റെ വിഹിതത്തിലും വെട്ടുണ്ട്. കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരാൻ പോകുന്നത്. സംസ്ഥാനത്ത് പ്രതിവർഷം ശരാശരി 4000 കോടിയാണ് ചെലവ്. ഇനി പകുതിയോളം തുക സംസ്ഥാനം വഹിക്കേണ്ടി വരും. 40% അലവൻസും നഷ്ടപരിഹാരവും പൂർണ്ണമായും വഹിക്കേണ്ടി വരും. കേരളത്തിന് മാത്രം 1600 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാക്കും. അധിക തൊഴിൽ ദിനങ്ങൾക്കും ബാധ്യത സംസ്ഥാനത്തിനാകും. ഈ വർഷവും 1/2 കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളം അധികം നൽകിയതെന്നറിയണം. മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയത് എന്തിനെന്നും ഉത്തരമില്ല. പ്രതിഷേധങ്ങൾക്കിടയിലും തൊഴിലുറപ്പ് പദ്ധതി മാറ്റാനുള്ള വിവാദ ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ശക്തമായി എതിർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പാർലമെന്റ് കവാടത്തിലും ധർണ നടത്തും. തൊഴിലുറപ്പ് പദ്ധതിയെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നീക്കമെന്ന് മന്ത്രി MB രാജേഷ് വിമർശിച്ചിട്ടുണ്ട്. PR സുനിലും TV പ്രസാദും ചേരുന്നുണ്ട്. TV പ്രസാദ്, തൊഴിലുറപ്പ് പദ്ധതി UPA സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഫ്ലാഗ്ഷിപ്പ് നിയമനിർമ്മാണങ്ങളിൽ ഒന്നായിരുന്നു. UPA സർക്കാരിൻ്റെ തന്നെ തുടർച്ചയ്ക്ക് വഴിയൊരുക്കിയതും ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ്. സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് അവന് തൊഴിലെത്തുന്നത് മാത്രമല്ല, തൊഴിൽ വഴി സ്ത്രീകൾക്കടക്കം കിട്ടുന്ന ഒരു നിശ്ചിത വരുമാനം അവരുടെ ആത്മവിശ്വാസത്തെ ഉയർത്തിയിരുന്നു. ആ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് തന്നെ വെട്ടിമാറ്റി അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 60% കുറച്ച് സംസ്ഥാനത്തിന് ബാധ്യതയുണ്ടാക്കി. നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ 1200 കോടി രൂപ നഷ്ടമുണ്ടാവും, അധിക ബാധ്യതയുണ്ടാവും. ഇതെങ്ങനെയാണ് കേരളം ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നതെന്നല്ല മുഖ്യമന്ത്രി അടക്കം ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണോ TV പ്രസാദ് തൊഴിലുറപ്പിന്റെ പേരിൽ? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഉറപ്പായും അതിശക്തമായ പ്രതിഷേധം കേരളത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. MPമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും കടുത്ത ഭാഷയിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ഇങ്ങനൊരു നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്. ഇന്നലെയാണ് ഏതാണ്ട് ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്ത് സംസ്ഥാനത്ത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത്. അത് ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ പേര് വെട്ടിമാറ്റുക എന്നുള്ളത് മാത്രമല്ല, അത് RSS അജണ്ടയുടെ ഭാഗമായി ഒരുപാട് പദ്ധതികളുടെ പേര് വെട്ടിമാറ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ വളരെ സുഗമമായി നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പാവങ്ങളായ മനുഷ്യർക്ക് ചെറിയൊരു ഉപജീവന മാർഗം കിട്ടുന്ന രീതിയിൽ അങ്ങനെ ക്രമീകരിച്ച ഒരു നിയമമായിരുന്നു ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് അന്നത്തെ കോൺഗ്രസ് സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയതോടുകൂടി പ്രാദേശികമായി കാര്യമായ തൊഴിലൊന്നുമില്ലാത്തവരുടെ വീടുകളിലേക്കും ഉപജീവന മാർഗം എന്ന നിലയിൽ ചെറിയൊരു തുക വന്നു പോകുന്ന ഒരു സംവിധാനമായിരുന്നു ഇത്ര കാലം നിലനിന്നിരുന്നെങ്കിൽ അതുപോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. മാത്രവുമല്ല, സാമ്പത്തികമായി വലിയ ഞെരുക്കമുള്ള കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ 90% കേന്ദ്രവും 10% സംസ്ഥാനവും എന്ന് പറയുമ്പോൾ അതിലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. 10% മാത്രമേ വഹിക്കേണ്ടതുള്ളൂ. മാത്രമല്ല, അധിക തൊഴിൽ ദിനങ്ങൾ ആയിപ്പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ പോവുകയും ചെയ്യും. നിലവിലുള്ള സംവിധാനത്തിലുള്ള അഴിമതിയും പ്രശ്നങ്ങളും നീക്കി അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ആ പദ്ധതി തന്നെ മാറ്റിയെഴുതുന്ന നിലയിലേക്കും അതിൻ്റെ ഗുണം സാധാരണ മനുഷ്യർക്ക് കിട്ടാത്ത നിലയിലേക്കും വിഭാവനം ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായി ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരുന്നത്. അങ്ങനെയെങ്കിൽ അരുൺ, അത് രാജ്യവ്യാപകമായി അവർ നടപ്പിലാക്കേണ്ടത്. അത് ചെയ്യുന്നുമില്ല. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, മറ്റു ചില വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം 90% കേന്ദ്രവും 10% സംസ്ഥാനവുമാണ്. അവിടെയും വിവേചനം ഉണ്ടായിരിക്കുന്നു ഒരു ജനാധിപത്യ രാജ്യത്ത് എന്നുള്ളതാണ് അരുൺ നമ്മൾ കാണുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ SSK ഫണ്ട് കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ ചില പദ്ധതികളിൽ ഒപ്പിട്ടില്ല എന്നതിൻ്റെ പേരിൽ NHMൻ്റെ ഫണ്ട് തടഞ്ഞുവെക്കുക, അങ്ങനെ പലവിധ കാര്യങ്ങളാണ് കേന്ദ്രത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഒരിക്കലും സാധാരണ മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുമായിട്ടാണ് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നത്. തൊഴിലുറപ്പ് പാവങ്ങളായ മനുഷ്യരുടെ കഞ്ഞിയിൽ മണ്ണിടുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ സംസ്ഥാനം കടുത്ത എതിർപ്പ് ഇതിനെതിരെ CPM കോൺഗ്രസ് ഭേദമില്ലാതെ ഉയർത്താൻ തന്നെയാണ് സാധ്യത അരുൺ. തീർച്ചയായിട്ടും